നമുക്ക് ട്രെയിന് കയറി. ട്രെയിനാണെങ്കിൽ ട്രെയിന് ഇങ്ങനെ നിർത്തിട്ട് അങ്ങാടിപ്പുറം ട്രെയിന് പോയിരുന്ന മനുഷ്യർക്ക് കൊച്ചിക്ക് പോകണമാരുണ്ട്. സകലമായ സ്റ്റോപ്പിൽ നിർത്തിയാ പോകണം. ഒരുപാട് നേരം ട്രെയിനിൽ ചെയ്യാണ്. ടാക്സി എടുത്ത് പോയി കഴിഞ്ഞാൽ ഇത് കിട്ടില്ലല്ലോ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ. റെയിൽവേന്ന് വരുന്ന നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാണുന്നതാണ് പാൽത്തൂക്ക് കേവ്. കേട്ടവേന്നൊക്കെ പോകും. അതാരാടി? ഗരുഡൻ. കറിയൻകുട്ടി. അപ്പൊ ഞങ്ങള് മേലേക്ക് കയറാന്നുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ പകുതിയോളം കയറി കഴിഞ്ഞു. അയ്യോ ക്ഷണിച്ചു. മോന് ഭക്ഷണം കഴിച്ചിട്ടില്ല. മോന് കുറച്ച് അതിബുദ്ധി കാട്ടി നേരത്തെ എത്താൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിരുന്നു. ഓക്കെ എന്തായാലും അല്ല നൈസാണ്, നല്ലൊരു ആംബിയൻസ്. ഇത്രയും കൂടി കയറാനുള്ളൂ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്റ്റാച്ചുവിന്റെ ബാക്ക് ഇടത്തിയോ? ക്ഷീണിച്ചോ? വെള്ളം താഴ്ത്ത വെച്ചോ? അത് തീർന്നു. അത് കുറച്ചുള്ളേ.
അവിടെ ധാരാള് ക്ഷീണിച്ച് ആവശ്യമായിരിക്കണം. ഇനി കുറച്ചും പാടെ അങ്ങോട്ട് പോകണ്ടോ? അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം കാണാൻ മാത്രമുണ്ട്. നല്ല റിസ്ക് എടുത്ത് മേലെ കയറിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഗുഹ കാണാനും ഗുഹന്റെ എന്താ പറയാ അങ്ങനെ. ഇതിന്റെ സ്റ്റോറി എനിക്ക് കറക്റ്റ് അറിയില്ല, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇന്നിവിടെ എന്തായാലും വന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും വന്ന് വരുമ്പോൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. കാരണം മലേഷ്യ എടുത്ത് നോക്കുമ്പോൾ കുലാലംപൂരിൽ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്. പോണമാര് ഇവിടെ കുറെ ആൾക്കാർ പയനൊക്കെ പോണമാര് കുറെ ആൾക്കാർ അവര് ആ ഒരു ബിലീഫിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് കയറുന്ന കണ്ടു. കുറെ ആൾക്കാർ ആ വേൽ എന്നുള്ള അവരെ പ്രയർ ഇതാക്കിയിട്ട് ഇതിന്റെ ബാക്കിൽ തന്നെ ഓരോ ആൾക്കാർ സ്റ്റെപ്പൊക്കെ തൊഴിലൊക്കെ കയറുന്നുണ്ട്. എന്നാലും ഓരോ മതത്തിന്റെയും ഓരോ വിശ്വാസക്കാരാണ് അപ്പൊ ഞങ്ങള് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഞങ്ങള് അവസാനിപ്പിക്കുകയാണ്.